ഹലോ ഫ്രണ്ട്സ്, 2024 മാർച്ച് മാസം അവസാനിച്ച ഒറ്റയൊരു വർഷത്തിലെ UK ഗവൺമെൻറ് ഇൻ്റർനാഷണലി സ്റ്റുഡൻറ്റ് വിസക്കാർക്ക് കൊടുത്തിരിക്കുന്ന ടോട്ടൽ വിസകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4,46,924 ഈ ഒരു സെയിം ടൈമിൽ UK ഈ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസകൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്നത് ഏകദേശം 1,39,175 കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 6% ഇടിവ് ഇപ്പോഴ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ 2019 താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 66% 66% കൂടുതലാണ് UK വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ഈ ഒരു 2024 ജനുവരി മാസം മുതൽ ഈ ഒരു UK വരുന്ന സ്റ്റുഡൻറ്റ് വിസക്കാർക്കുള്ള ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതോടുകൂടി UK വരുന്ന സ്റ്റുഡൻറ്റ് വിസക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു 2030 ആകുമ്പോഴേക്കും ഏകദേശം 60% വർദ്ധിക്കുമെന്നാണ് പുതിയ കണക്കുകൾ. 2022 ഏകദേശം ഒരു 1,50,000 സ്റ്റുഡൻസ് ആണ് UK ഇന്റർനാഷണലി പഠിക്കാൻ വന്നത് എങ്കിൽ അതൊരു 2030 ആകുമ്പോഴേക്കും ഏകദേശം 2,40,000 എത്തിച്ചേരും എന്നുള്ള കണക്കുകളാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. നമുക്കറിയാം UK കാനഡയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2018-2019 കാലഘട്ടങ്ങളിലൊക്കെ പോയിട്ടുള്ള സ്റ്റുഡൻസിന് അവർ PR പോയി അവർക്കൊരു പെർമനൻറ്റ് ജോലിയൊക്കെ കിട്ടി അവർ സെറ്റിലായിട്ടുണ്ട്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ഒരു കഴിഞ്ഞ വർഷം വരെ ധാരാളം ആൾക്കാർ കാനഡയിലേക്ക് അവർ ചേക്കേറിയത്. കഴിഞ്ഞ ഒറ്റ വർഷം ഏകദേശം 1.3 മില്യൺ സ്റ്റുഡൻസ് ആണ് കാനഡയിൽ ചേക്കരുത്. പക്ഷേ കാനഡയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർ വലിയ ഒരു കഷ്ടതയിൽ കൂടിയാണ് ഇപ്പോഴേ കഴിഞ്ഞു പോകുന്നത്. ധാരാളം സ്റ്റുഡൻസ് ആണ് ലക്ഷക്കണക്കിന് പണം നാട്ടിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബാങ്ക് ലോണ്, സ്വർണം അല്ലെങ്കിൽ വസ്തുവകകൾ ഒക്കെ വിറ്റുകൊണ്ട് UK കാനഡയിലേക്കും ചേക്കേറിയത്. നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ സ്റ്റുഡൻസിന് ആർക്കും തന്നെ ഇപ്പോഴേ കേരളത്തിലോ ഇന്ത്യയിലോ പഠിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുന്നതിനാണ് അവർക്ക് ഏറ്റവും വലിയ താല്പര്യം. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ നെയ്ബേഴ്സായിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഒന്നുകിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ജർമ്മനി ഇതേപോലെയുള്ള രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ വീട് വിറ്റ് അല്ലെങ്കിൽ സ്വർണം വിറ്റ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് 10-40 ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് ഇതേപോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. UK അതേപോലെ തന്നെ കാനഡയിലെയും പൊതുവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ അവരുടെ GDPയെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ട്യൂഷൻ ഫീസും അതേപോലെ തന്നെ അവർ ചിലവാക്കുന്ന ഒരു പണവുമാണ്. 2021 മാത്രം UK എക്കോണമിയിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 20.64 ബില്യൺ പൗണ്ടാണ്. 2021-2022 കാലഘട്ടത്തിൽ അത് 41.9 ബില്യൺ പൗണ്ടായിട്ട് വർദ്ധിച്ചു. 2022-23 ആയപ്പോഴേക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 11.8 ബില്യൺ പൗണ്ടായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ പഠിക്കാനായിട്ട് ഒരു സ്റ്റുഡൻസും ഇപ്പോഴേ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. നമ്മളുടെ ഫാമിലിയിലുള്ളൊരു പയ്യൻ ഏകദേശം 32 വയസ്സോളമായി MCA-കാരനാണ്. അവൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങി ഏകദേശം ഒരു 5 ലക്ഷത്തോളം രൂപ എല്ലാം കഴിഞ്ഞ് അവന് ലാഭമായിട്ട് ഓരോ മാസവും ലഭിക്കുന്നുണ്ട്. പക്ഷേ അവനൊരു വിവാഹ കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടികൾക്കും ഇഷ്ടപ്പെടില്ല. കാരണം കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്തുന്ന ഒരാളെ പെൺകുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പേരൻസിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇപ്പോഴ് UK അല്ലെങ്കിൽ കാനഡയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു വർഷം പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ
അവരൊരു വിവാഹ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹൈ ഡിമാൻഡാണ്. കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് UK അല്ലെങ്കിൽ കാനഡയിലേക്കാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വൻ ഡിമാൻഡാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുന്ന നമ്മുടെ കുട്ടികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് പഠിച്ച് നല്ല നല്ല കോഴ്സുകളൊക്കെ എടുത്ത് നല്ല ഗ്രേഡ് വാങ്ങി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് തുടരാനായിട്ട് സാധിക്കും. അല്ലാതെ നിങ്ങളിപ്പോൾ കാനഡ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ പോയിട്ട് 10, 25, 30 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ച് ഏതെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ ആ പഠിച്ചു കഴിഞ്ഞ് 1 or 2 വർഷം സ്റ്റേ ബാക്ക് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. UK ആണെന്നുണ്ടെങ്കിലും കാനഡയാണെന്നുണ്ടെങ്കിലും ധാരാളം നമ്മളുടെ കുട്ടികളാണ് ഇപ്പോഴവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UK സംബന്ധിച്ചോളം അവർ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, അതേപോലെയൊക്കെ തന്നെ ഇവിടെ ഓവർ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ അവരെ കണ്ടുപിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ്. നമ്മുടെ പുതിയ ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 14,000-ഓളം ആൾക്കാരെ ഉടനെ തന്നെ UK നിന്നും ഡിപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം പുതിയൊരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോളണ്ടിലേക്കും റൊമേനിയയിലേക്കുമൊക്കെയാണ് സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ പോളണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ റൊമേനിയയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ബീഹാർ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളുടെ കമ്പയർ സെയിമായിട്ട് നമ്മൾ കാണുന്ന രാജ്യങ്ങളാണ് ഇതുപോലെയുള്ള രാജ്യം. കാരണം ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ ധാരാളം ആൾക്കാരാണ് അവരുടെ രാജ്യത്തിലെ പട്ടിണിയും അല്ലെങ്കിൽ ദുരിതങ്ങളും കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ആ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മളുടെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. UK കാനഡയിലോ ഒക്കെ പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. കാരണം ഇവരുടെയൊക്കെ GDP കൂടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റുകൾ കുറയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാനായിട്ട് ഇപ്പോഴ് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള രാജ്യങ്ങൾ എപ്പോഴും തന്നെ അവർ സ്റ്റുഡൻറ്റ് വിസക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റുഡൻറ്റ് വിസക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഓഫറുകൾ അവർ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ വീഴാതിരിക്കേണ്ടത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ മാത്രമാണ്. നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു കോഴ്സ് എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ഇനിയുള്ള സമയത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.